അമ്മ ഒരുപാട് വിഷമിച്ചേട്ടാ പോയത്. പോണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. 2 ദിവസം പോയി കഴിയുമ്പോഴത്തേനെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും ഈ പുറത്തു പോയി പണിയെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത്. ഇതിപ്പോ ഒരു ദിവസം 350 രൂപയിലെ കിട്ടുന്നുള്ളൂ. ഒരു മാസം എത്ര രൂപ കിട്ടും? കൂടിപ്പോയി 10,000. അഥവാ ഇനി എങ്ങാനും വല്ല ലീവ് എടുത്താലോ അന്നത്തെ പൈസയും പോയി. വെറുതെ ഇങ്ങനെ 10,000 രൂപ വെച്ച് മാസം മാസം എണ്ണി കൊടുക്കുമ്പോഴേ അമ്മയ്ക്ക് അതിന്റെ വില അറിയാണ്ട. അത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് നിർത്തിക്കോളും. നീ ആ കാര്യക്ക് വിട്ടേക്ക്. തൽക്കാലം നീ എന്നിട്ടേ വല്ല ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. കഴിക്കണ്ട നമുക്ക് എന്തായാലും. രാവിലെ തന്നെ അടുക്കളയിൽ കയറണം എന്നെ കൊണ്ടാവില്ല ഏട്ടാ. എപ്പോഴും അമ്മയല്ലേ ഇവിടെ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോ എന്താ ഉണ്ടാക്കണമെന്ന് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഉച്ചയ്ക്കുള്ള ചോറും കറി നീ ഉണ്ടാക്കുമല്ലോ. ചോറ് ഇപ്പൊ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ. ഞാൻ കറിന്റെ പരിപാടി എന്തെങ്കിലും നോക്കട്ടെ. ഏട്ടൻ എന്നാലും ഓർഡർ ചെയ്യാൻ നോക്കൂ കേട്ടോ ഫുഡ്. നമ്മ ചീര പുറത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇപ്പൊ കറി ഉണ്ടാക്കാതെ. ഏട്ടാ, ഈ ചീര ഒന്ന് വൃത്തിയാക്കി തരുമോ? ഇതെന്താ ഒരുപാടുണ്ടല്ലോ. അതന്നെ പറയണത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയിട്ടേ ഇതൊന്നും തീരും തോന്നുന്നില്ല. ഏട്ടനൊന്ന് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചീരൊന്നും കൂട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നീയേ ആ ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ടാവും, അതെടുത്ത് കറി വെക്കാൻ നോക്ക്. നമുക്കത് മീൻ കറി കഴിക്കാം. മീനൊന്നും എന്നെ കൊണ്ടാവില്ല ഏട്ടാ. അത് കഴുകിണ്ടെങ്കിൽ അതിന്റെ മണം പോകാൻ തന്നെ എത്ര സമയം എടുക്കുന്ന അറിയോ? കഴിക്കാൻ ഒരു കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ചിക്കൻ എടുത്ത് കറി വെക്ക്. ഏട്ടൻ കഴുകി തരൂലേ? ഞാൻ കഴുകി തരാം, നീ എടുക്ക്. ഇതിന്റെ അകത്തൊന്നും ഇല്ലേ? എടി ചിക്കനും മീനൊക്കെ ഫ്രീസറല്ലേ വെക്കുക, നീ അതിൽ നോക്ക്. ഫ്രീസറിൽ തന്നെയല്ലേ നോക്കുന്നത്. ഇനി അത് ചിക്കനും മീനും ഒന്നും ഇല്ല. 2 തക്കാളി ഉണ്ട്, കുറച്ച് പയറും ഉണ്ട്. അത് മതിയോ? അതെന്താ പണി അമ്മ കാണിച്ചത്? സാധാരണ ഇവിടെ ചിക്കനും മീനൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. വെറുതെ അല്ല അമ്മ പറഞ്ഞു പൈസ മുഴുവൻ തീർന്നു. പിന്നെ അമ്മ ഇതൊക്കെ എവിടുന്ന് വാങ്ങാനാ? തൽക്കാലം ഇവിടെ ഉള്ളത് വെക്കാം അല്ലേ? എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് പൈസന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ല. 10,000 രൂപ എന്ന് പറയുമ്പോഴത്തേന് എത്ര വലിയ പൈസയാ. ഇതിപ്പോ മാസാവസാനം ആകുമ്പോഴത്തേക്ക് ചിക്കനും ഇല്ല, മീനും ഇല്ല, ഒന്നുമില്ല, പൈസയും തീർന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് അമ്മയോട് അങ്ങനെ പറഞ്ഞത്? കുറച്ചു ദിവസം പണിക്ക് പോകുമ്പോഴേ പഠിച്ചോളും തന്നെ. എന്താ ആലോചിച്ച് നിൽക്കണേ? അല്ല, ഞാൻ വിചാരിക്കായിരുന്നേ എല്ലാ മാസവും ആ 10,000 രൂപ ഞാൻ നിനക്ക് തരട്ടെ. എന്നിട്ട് ഈ മാസം വരുന്ന മുഴുവൻ ചെലവൊന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്ന് നീ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്ക്. എന്നിട്ടാണ് അമ്മേന്റെ അവസ്ഥ എനിക്കാണ്. എന്താ പറഞ്ഞ്? ഏട്ടാ, എനിക്കിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്ത് ഒട്ടും ചെയ്യലില്ല. എന്റെ വീട്ടിൽ എന്റെ അച്ഛനാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മാസം മാസം വാങ്ങിയിരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് ഏട്ടൻ ചെയ്ത് കാണിക്ക് കുറച്ചു മാസം. അപ്പൊ പിന്നെ ഏട്ടൻ ചെയ്യുന്ന കഴിഞ്ഞിട്ട് അതുപോലെ ഞാനും ചെയ്യാൻ തുടങ്ങിക്കോളെ. നീ പറഞ്ഞതും ശരിയാ. ഈ തുടക്കത്തിൽ എങ്ങനെ അറിയാനല്ലോ ഇതൊക്കെ? ഞാൻ കാണിച്ചുതരാം ഈ പൈസക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത്. നീ അതൊന്ന് കണ്ടുപിടിക്കേ. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഈ പൈസക്ക് ഞാൻ നിന്റെ തരാം. എന്നിട്ട് നീ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും ഈ വീട്ടിലെ ചെലവുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാന്ന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ചീരക്കറി ഉണ്ടാക്കട്ടെ? അതൊന്നും കൂടി എനിക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ? അങ്ങനെയാണല്ലോ ഏട്ടൻ പോയി കുറച്ച് ചിക്കൻ വാങ്ങിട്ട് വാ, ഞാൻ ഉണ്ടാക്കാം. എന്നാലേ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്താലോ? ഇതിപ്പോ രണ്ടും കൂടെ ഏകദേശം ഒരു 600-700 രൂപ വരില്ലേ? അതെന്തിന്? അപ്പൊ നമ്മള് രാവിലെ പട്ടിണി ഇരിക്കോ? എടി അങ്ങനെയല്ല. ഇതിപ്പോ ചിക്കൻ മാത്രം വാങ്ങിയാൽ മതിയോ? ഉള്ളി, തക്കാളി, ഇഞ്ചി അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങാനല്ലേ. ഇനി ഫുഡും വന്നിട്ടുണ്ടെങ്കിൽ 100-300 രൂപ അതിനും കൊടുക്കണ്ടേ? ചിക്കൻ ഞാൻ വാങ്ങിട്ട് വരാം. തൽക്കാലം നീ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. എന്തുണ്ടാക്കാനാ ഈ സമയത്തിന്? നീ ഇപ്പൊ തൽക്കാലം കഞ്ഞി ചമ്മന്തി എടുക്ക്, അത് മതി.
ആ ചേച്ചി, ഞാനേ ഞങ്ങളുടെ ക്ലബിന്റെ ഒരു വാർഷികത്തിന്റെ പിരിവിന് വന്നതാ. ആ മഹേഷ് ഉണ്ടോ ഇവിടെ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. ഏട്ടാ ഏട്ടാ, പുറത്തേ പിരിവുകാർ വന്നിട്ടുണ്ട്. ഏതോ ക്ലബിന്റെ വാർഷികമാണത്ര. പിരിവോ? നീ ഒരു കാര്യം ചെയ്, ഞാനേ ഇവിടെ ഇല്ലാന്ന് പറ. ഞാൻ ഏട്ടനോട് ഉണ്ടെന്ന് പറഞ്ഞുപോയി. നിങ്ങളെയും കൊണ്ട് ആ സുമേഷേ, എപ്പോഴാണ് വാർഷികം? ആ മാഷേട്ടാ, അത് ഈ മാസം 8-ാം തീയതി. ആ എന്നാ ഇത് വെച്ചോ. അയ്യേ, ഇതെന്താ മാഷേട്ടാ 20 രൂപയോ? സാധാരണ ഇവര് വരുമ്പോ അമ്മയാണ് തരല്. ഒരു 100-200 കിട്ടാറുണ്ട്. എന്താ മാഷേട്ടാ അത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും 20 രൂപ കൊടുക്കോ? നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലോ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ഏട്ടാ ഒന്ന് വാ. എടാ ഇപ്പൊ വരട്ടെ. ആ ആയിക്കോട്ടെ. എന്താ എന്താ ഏട്ടാ അത്? 20 രൂപയാണ് കൊടുക്കുന്നത്. നാണക്കേട്. എന്താ 20 എന്താ ചെറിയ പൈസ? എന്റെ അച്ഛനൊക്കെ പിരിവാര് വരുമ്പോ 100-200 കൊടുത്തു വിടുന്നത്. ഇത് 20 കൊടുത്ത് ഏട്ടനല്ല മോശം. അവര് പുറത്തു പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂലേ. അവളവിടെ ഒരു അച്ഛനും. അങ്ങനെ 100 രൂപ അവനും കൊണ്ടായി. നമുക്കേ ഇങ്ങനെയുള്ള ലീവ് ദിവസങ്ങളിലേ രാവിലെ തന്നെ എവിടെയെങ്കിലും പോവാ, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പിരിവാര് പേടിക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ നാട്ടിൽ ആൾക്കാരുണ്ടാവൂല. ഇതിപ്പോ അമ്മ എല്ലാവരെയും പിരിവ് കൊടുത്തിട്ടും ഓരോ കല്യാണത്തിനും ഓരോന്നിനൊക്കെ പോയിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാ നമുക്കിവിടെ എല്ലാ കാര്യത്തിനും ആൾക്കാരല്ലേ. പിന്നെ നീരെന്താ കുറെ പേപ്പറൊക്കെ ആയിട്ട്? ഇതൊക്കെ ഏട്ടനുള്ളതാ. കറണ്ട് ബില്ല്, പാലിന്റെ ബില്ല്, പിന്നെ പേപ്പറിന്റെ പൈസ. അതിന് എനിക്ക് കൊണ്ട് തരുന്നേ? അമ്മ പറഞ്ഞതൊക്കെ ഏട്ടനെ ഏൽപ്പിക്കാൻ. എത്രയുണ്ട് എല്ലാം കൂടി? പാലിന് 2100, പിന്നെ കറണ്ട് ബില്ല് 730, പിന്നെ പേപ്പറിന് 290. 3000 കൂടുതലുണ്ട്. എടി ഇതൊക്കെ കൂടെ ഞാനെങ്ങനെ മാനേജ് ചെയ്യാനാ? ഓരോത്തിന് നാളെ മറ്റന്നാൾ കുറി അടയ്ക്കണം, അത് തന്നെ വരും 3000 രൂപ. പിന്നെ വേറെന്ത് ചെയ്യാനാ? ഇതുവരെ അമ്മയല്ലേ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഏട്ടൻ പറഞ്ഞല്ലേ ഏട്ടൻ ചെയ്തോളാന്ന്. ഹലോ, ആ പറയടാ. ഇല്ല ഞാൻ വീട്ടിലുണ്ട്. ഇല്ലടാ ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നോളൂ. എടാ എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. നിനക്കിപ്പോ എന്റെ ഒരു അവസ്ഥ അറിയുന്നല്ലേ. എനിക്കറിയാം നിനക്ക് തരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാന്ന്. നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ, ഞാൻ തരാം. അല്ല നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല, നീ വന്നോ, ഞാൻ തരാം. ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യാം. വാ. ആ ശരി എന്നാ. എന്താ? ഇതിപ്പോ 2000 രൂപ അവനും കൊടുക്കണം. 5 പൈസ കയ്യിലാത്ത നേരത്താ ഓരോരുത്തരും വിളിക്കാൻ കണ്ടത്. ഇവനക്ക് ഈ പൈസ നീ എന്ന് തിരിച്ചു തരാനാണോ? എപ്പോഴും അങ്ങോട്ട് കൊടുക്കാന്നല്ലാണ്ട് 1 രൂപ പോലും എനിക്കും നേരെ തിരിച്ചു കിട്ടിയിട്ടില്ല. വേറെ ആരും അല്ലല്ലോ, ഏട്ടൻ തന്നെ ഉണ്ടാക്കിയ ദുശീലങ്ങളല്ലോ ഇതൊക്കെ. ഇതുവരെ അമ്മേന്റെ 500 രൂപ 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നില്ലേ? ഇതന്നെയായിരുന്നില്ലേ അമ്മേന്റെ അവസ്ഥ? ഏട്ടനെല്ലാം മാനേജ് ചെയ്യും. ഞാൻ ആ ടേബിളിൽ വെക്കാം കേട്ടോ. മോനെ, ഗിരിജേന്റെ മോന്റെ കല്യാണത്തിന് മോൻ പോകുമോ അതോ ഞാൻ പോണോ? അത് ഞാൻ പോയിക്കോളാം. അമ്മേ, നമ്മളിവിടുത്തെ പരിപാടിക്ക് അവരെത്ര രൂപ തന്നേ? അത് 1000 രൂപയാ മോനെ അവര് തന്ന. 1000 രൂപയോ? അങ്ങനെയാണെങ്കിലേ
നമുക്കൊരു 1100 രൂപ തിരിച്ചിടാം അല്ലെ? അയ്യോ മോനെ, അതിപ്പോ എങ്ങനെയാ ശരിയാകുക? സാധാരണ നാട്ടിലൊക്കെ 1000 രൂപ ഇടുമ്പോ 2000 രൂപ കൊടുക്കണ്ടേ? ഇതിപ്പോ 2000 ഒന്നും വേണ്ട, ഒരു 1500 കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? അമ്മ അത് നോക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ഇവിടെ കല്യാണം കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് തന്നതിനങ്ങോട്ട് തിരിച്ചു കൊടുക്കാം, അത് മതി. അങ്ങനല്ല, ഇതിപ്പോ ഇവിടെ പ്രസവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടീന്റെ 28 പിറന്നാളൊക്കെ കഴിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ആൾക്കാർ വേണ്ടതല്ലേ? അപ്പൊ നമ്മളെല്ലാം അങ്ങനെ ഒഴിവാക്കി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ മോനെ ഉണ്ടാകുക? ഓ, ഇവന് വല്ല 100-200 ഇട്ടുണ്ടായിരുന്നോ? ഇതിപ്പം 1000 രൂപയും തന്നിട്ട്. ഇനിയിപ്പോ സാരല്ല, 1500 രൂപ അല്ലേ, അത് ഞാൻ പോയി കൊടുത്തോളാം. ഇനിയിപ്പോ അവിടെ 1500 രൂപ കൊടുക്കണം. കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 2500 രൂപ. ഒരത്തിന് നാളെ കുറി അടയ്ക്കണം. ആ മഹേഷിനാണെങ്കിലും 2000 രൂപയും കൊടുത്തു. ഇതിപ്പോ ലാസ്റ്റ് ഒരു പൈസയും കയ്യിലില്ലല്ലോ. അതെ, വീട്ടു സാധനങ്ങൾ മുഴുവൻ തീർന്നു. ഇനിയിപ്പോ ഈ മാസത്തേക്കുള്ള സാധനങ്ങളെ ലിസ്റ്റ് എഴുതണം. നമുക്കിത് വൈകുന്നേരം പോയി വാങ്ങിട്ട് വരാം. അതെന്താ ഇത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീർന്നോ? പെട്ടെന്ന് കഴിഞ്ഞൊന്നും അല്ല. കഴിഞ്ഞ മാസം അമ്മ വാങ്ങിയിട്ട് സാധനങ്ങളാണ് ഈ മാസം 10-ാം തീയതി വരെ എത്തിച്ചത്. ഇനി എന്നെ കൊണ്ട് പറ്റൂല, കുറച്ചായിട്ട് പിടിച്ചും ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. ഏട്ടാ, സാധനങ്ങൾ ലിസ്റ്റ് എഴുത്. എന്നാ നീ പറയ്, ഞാനിതിൽ ടൈപ്പ് ചെയ്യാം. എന്നെ ഒരു 2 ലിറ്റർ എഴുതിക്കേട്ടാ. പിന്നെ ഒരു 5 കിലോ അരി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ എല്ലാം വേണം 1/2 കിലോ വെച്ചിട്ട്. പയറുവർഗ്ഗങ്ങളെല്ലാം എഴുതിക്കും. ഇതെന്താ ഒരു കല്യാണത്തിന് വേണ്ട സാധനങ്ങളുണ്ടല്ലോ, നീ കുറച്ച് പറയേ. ഞാൻ മാക്സിമം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഇനി വേണമെങ്കിൽ പിന്നെ വാങ്ങാം. ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പൈസ എവിടെ? ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ ഉള്ള പൈസക്ക് ഞാൻ സാധനമായിട്ട് വരാം, നീ അഡ്ജസ്റ്റ് ചെയ്യും. വീട്ടിലെ സാധനങ്ങൾക്ക് സാധനങ്ങൾ തന്നെ വേണ്ടേ? പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൊന്നുമില്ല. എന്തിനാ ഈ 10,000 രൂപയ്ക്ക് എല്ലാം തയ്ക്കാൻ നിൽക്കുന്നത്? എന്തായാലും വേറെ പൈസ ഉണ്ടല്ലോ, അതെടുക്ക്. അത് പറ്റൊന്നുമില്ല, ഇതെന്റെ പ്രസ്റ്റേജ് ഇഷ്യ. എനിക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഈ 10,000 രൂപ വെച്ചിട്ട് വീട്ടിലെ മുഴുവൻ ചെലവ് നടത്താന്ന്. അതെന്റെ വാശിയാ. ഈ പ്രസ്റ്റേജും പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ പട്ടിണി കിടക്കേണ്ടി വരും. അതെ, കുറച്ച് ഉള്ളിയും പിന്നെ പച്ചക്കറി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതും വാങ്ങിട്ട് വരണം. ഇവിടെ കറി വെക്കാനൊന്നും ഇല്ല. കുറച്ചു ദിവസം മുമ്പല്ലേ എല്ലാ സാധനങ്ങളും വാങ്ങി തന്നെ. പിന്നെ വാങ്ങി തരുന്ന 1/2 കിലോ ഉള്ളിയും 250 തക്കാളിയും കുറച്ച് ബീൻസും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 മാസം ഇവിടെ കറി ഉണ്ടാക്കാൻ പറ്റും. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിനക്ക് എന്താ മര്യാദയ്ക്ക് പറഞ്ഞോ പോരാ? പിന്നെ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ തീർന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കൂല? നിന്റെ ടോണിന് എന്തൊരു മാറ്റം? ഇത്രയും കാലം നീ നല്ല ബഹുമാനത്തോടെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാനേ സൗകര്യമുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ മാസം മുതല് പൈസ അമ്മേനെ ഏൽപ്പിച്ച് തുടങ്ങിക്കോ. അമ്മ നോക്കിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് പറ്റിയതൊന്നല്ല ഈ പരിപാടി. നിങ്ങളുടെ പുറകെ ഇങ്ങനെ ഓരോ സാധനങ്ങൾക്കും തലവെച്ച് നടക്കാൻ എന്നെ കൊണ്ടാകില്ല. ഇന്നെന്താ ചിക്കൻ അല്ലേ കറി? ഇല്ല മോനെ, ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടില്ല. നല്ല കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അമ്മേനോട് ആരാ മീൻ വാങ്ങാൻ പറഞ്ഞേ? ഞാൻ ചിക്കൻ വാങ്ങാനല്ലേ പറഞ്ഞേ? അല്ല, ചിക്കൻ വാങ്ങാനുള്ള പൈസ അമ്മയ്ക്ക് എത്ര പൈസ കിട്ടിയാലും മതിയാവില്ലേ? 10,000 രൂപ ഞാൻ എണ്ണി തരുന്നല്ലോ ഓരോ മാസവും. ഇതിനൊക്കെ തന്നെ ഞാൻ തരുന്നത്. എനിക്കൊന്നും വേണ്ട ഭക്ഷണം. അതെ, 4 മണിക്ക് എന്റെ ഫ്രണ്ട് അരുൺ വരും. അവന്റെ 1000 രൂപ എടുത്ത് കൊടുക്കണേ. അത് മോനെ, 1000 രൂപ എന്നൊക്കെ പറഞ്ഞാല് എന്താ കൊടുക്കില്ലേ? കൊടുക്കാം. അങ്ങോട്ട് കൊടുക്കുമ്പോ കൈ നീട്ടി വാങ്ങാൻ നല്ല സന്തോഷാ. തിരിച്ചു ചോദിച്ചാലോ എവിടെ ഇല്ലാത്ത സങ്കടവും. മോളെ, അമ്മ വന്നോ? ഇതേ കുറച്ച് പച്ചക്കറി പിന്നെ കുറച്ച് പൂളയും വാങ്ങിയതാ. ഇതങ്ങോട്ടേക്ക് ഇപ്പഴെനിക്കിന്ന് സമാധാനമായത്. കറി വെക്കാനൊന്നും ഇല്ലാണ്ട് ആകെ വിഷമിച്ച് നിൽക്കായിരുന്നു. അമ്മേ,
ഇതമ്മ ഈ പൈസ അമ്മ വെച്ചോ. അയ്യോ മോനെ, എൻ്റെ കയ്യിൽ പൈസ ഒന്നും തരണ്ട. വീട്ടിലെ കാര്യങ്ങളൊക്കെ മോൻ നോക്കിയാൽ മതി. മോൻ വെച്ചോ. അമ്മ ഇത് വീട്ടു ചെലവിനുള്ള പൈസ അല്ല, അമ്മേന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയാ. വേണ്ട വേണ്ട, എൻ്റെ ചെലവിനുള്ള പൈസ ഒന്നും മോൻ തരണ്ട. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, എൻ്റെ ആവശ്യത്തിനുള്ള പൈസയൊക്കെ എനിക്ക് അതിന്ന് കിട്ടുന്നുണ്ട്. അമ്മേനെയും കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അമ്മേന്റെ ചെലവ് നോക്കിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഞാനൊക്കെ ഈ മോനാന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അമ്മേനോട് ഒരുപാട് തവണ ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ പ്രസവിച്ചതിൻ്റെയും കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെയും കണക്കൊക്കെ അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടുന്ന് എടുത്തു തരാൻ അമ്മേ? മക്കളെ പ്രസവിച്ചതിൻ്റെയും വളർത്തിയതിൻ്റെയും ഒക്കെ കണക്ക് ഏതെങ്കിലും അമ്മമാർ പറയുമോ മോനെ? പക്ഷെ അച്ഛനമ്മേനെ നോക്കി എൻ്റെ കണക്കില്ലമ്മേ. അത് ചിലപ്പോൾ മക്കൾ പറയും.